ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഫയൽ ഫോൾഡർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഫയൽ ഫോൾഡർ ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ കാർഡ്ബോർഡ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി. അപ്പോൾ ടോട്ടൽ 3 പീസ് കാർഡ്ബോർഡ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. 2 എണ്ണം സെയിം അളവിലുള്ളതാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇൻസുലേഷൻ ടേപ്പോ അല്ലെങ്കിൽ മാസ്കിംഗ് ടേപ്പോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു പീസ് കണക്ട് ചെയ്ത് ഞാൻ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ രണ്ടാമത്തെ പീസും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ 2 സൈഡും ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഫോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ ചെറിയ ഡിസൈൻസ് വരുന്ന ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ട് പേപ്പർ ആയാലും മതി കേട്ടോ. അത് വെച്ചിട്ടും ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ 4 സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ 4 സൈഡും ഞാൻ അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രണ്ട് ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചാർട്ട് പേപ്പറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ചാർട്ട് പേപ്പറിൻ്റെ സൈസ് 60 സെൻറ്റിമീറ്റർ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം ഫോൾഡ് ചെയ്യുന്ന ഭാഗം ഞാൻ ചാർട്ട് പേപ്പർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അത്ര കൂടുതൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഫയലിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന അതിൻ്റെ ആ കോർണർ ഇതുപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചാർട്ട് പേപ്പർ നമുക്ക് ഇവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് 4 സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനതങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും കേട്ടോ വരിക. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ സ്കെയിലിൻ്റെ വീതിയിലാണ് ഇപ്പോൾ ഇതിനെ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ എക്സ്ട്രാ വരുന്ന ഭാഗം ഞാൻ അതിൽ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 2 പീസാണ് നമുക്ക് ടോട്ടൽ വേണ്ടത്. ഇനി അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ അകത്തായിട്ട് ഇതുപോലൊരു പേപ്പറും കൂടെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഹോം മെയ്ഡായിട്ട് നെയിം സ്ലിപ്പ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ പെന്ന് പെൻസിൽ വെക്കാൻ പറ്റുന്നതൊക്കെ ഹോൾഡറുകൾ ചെയ്തിട്ടുണ്ട്. മൊബൈൽ സ്റ്റാൻഡൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ഒരാൾക്കൊന്ന് പോയി കണ്ടു നോക്കണേ. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അതിൻ്റെ അകത്ത് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഉപകാരമുള്ളതും കൂടെയാണ്. അപ്പോൾ ഇനി ഇവിടെ നമുക്കൊരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കണം.
അപ്പോൾ ബാഗിലും പേഴ്സിലൊക്കെ വരുന്ന അതുപോലത്തെ വെൽക്രോ ടേപ്പ് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ മാഗ്നറ്റാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് മാഗ്നറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഡിസൈൻ പേപ്പറിൽ തന്നെ റൗണ്ട് ഷേപ്പിലുള്ള പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഇതുപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതുപോലെ അതിനൊന്നിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ 2 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിനെ 2 സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ സ്റ്റിക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്താണ്ട് പിക്ചേഴ്സൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.